ലോകത്തെ തീവ്രവാദ രാജ്യം ഗസയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അതിശക്തമായ ആക്രമണ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകമാധ്യമങ്ങളും മറ്റുമൊക്കെ ഇതൊരു വാർത്തയായി തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു സീസ്ഫയർ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇരുവിഭാഗവും ആയുധമെടുക്കുകയില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ ഈ തീവ്രവാദ രാഷ്ട്രവും അത് തീർച്ചയായും പൂർണ്ണമായും അംഗീകരിക്കുകയില്ല എന്ന് ലോകത്തെ മാധ്യമങ്ങൾക്കൊക്കെ അറിയാം, ലോകത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഈ ജൂതരാഷ്ട്രം ഒരു സ്റ്റേറ്റ് ടെററിസമാണ് ലോകത്ത് കാഴ്ചവെക്കുന്നതെന്നും ഒരു ഭീകരവാദി ഭരിക്കുന്ന ഒരു രാജ്യമാണെന്നും അതിനാൽ ഈ ഒരു സീസ്ഫയർ നെതന്യാഹു എത്തരത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് നോക്കിക്കാണുക മാത്രമാണ് ഈ മാധ്യമങ്ങളും ലോക നേതാക്കളും ചെയ്യുന്നത്. ഇതൊരു വാർത്തയെ അല്ലാതെ ആയിരിക്കും. കാരണം ഇസ്രയേൽ അത്തരത്തിലാണ് ലോക ജനമനസ്സുകളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷയം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമല്ല. കാരണം നാം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. സീസ്ഫയർ കരാറിനെയും ലോകത്തെ എല്ലാ കരാറുകളെയും എല്ലാ നിയമങ്ങളെയും പുഷ്പം പോലെ ലംഘിക്കുന്ന ഒരു രാഷ്ട്രമാണ്, നിയമങ്ങൾ ലംഘിക്കപ്പെടാൻ മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നുള്ളത്. പക്ഷെ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമേരിക്കയും അല്ലെങ്കിൽ സാക്ഷാൽ ട്രംപ് തന്നെ കുടുങ്ങിയ ഒരവസ്ഥയിലാണ് ഈ ജൂത ലോബിക്കിടയിലും അതുപോലെ ഇസ്രയേലിൻ്റെ ഈ കളിക്കിടയിലും എന്ന് തന്നെ വേണം പറയാൻ. കാരണം അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം 3000 വർഷത്തിലധികം തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഞാനൊരു ചരിത്രപരമായ സമാധാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലോകത്തെ വലിയ നേതാക്കളെയും മറ്റുമൊക്കെ വിളിച്ചിരുത്തി അതിഗംഭീരമായ ഒരു പ്രോഗ്രാം, സൈനിങ് സെറിമണി ഈജിപ്തിൽ നടത്തിക്കൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ്, അതുപോലെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, അതുപോലെ UK പ്രൈം മിനിസ്റ്റർ, അങ്ങനെ തുടങ്ങി ലോകത്തെ വിലമതിക്കുന്ന യൂറോപ്പിലെയും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മുഴുവനും അതുപോലെ ഏഷ്യയിലെയും അറബ് ലോകത്തെയും ഒക്കെ നേതാക്കൾ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഇനി ഗസയിൽ യുദ്ധങ്ങളില്ല, ഇനി ആയുധങ്ങൾ എടുക്കുന്ന ഒരു പരിപാടി ഗസയിലേക്ക് ഇസ്രയേൽ ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു സൈനിങ് സെറിമണിയൊക്കെ നടത്തി. ഖത്തറിൻ്റെയും തുർക്കിയുടെയും അതുപോലെ ഈജിപ്തും ഒക്കെ ഒരുമിച്ച് ഒരു അഗ്രിമെന്റിൽ ഒപ്പിടുകയാണ്. എന്നതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇസ്രയേൽ ഈ സീസ്ഫയർ കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗസയിൽ ആക്രമണം നടത്തുന്നു. ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രയേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും വന്നുകൊണ്ട് പറഞ്ഞു, സീസ്ഫയർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അതൊരു ചെറിയ ആക്രമണമാണ്, അത് കഴിഞ്ഞു എന്ന്. എന്നാൽ ഈ ആക്രമണം നടന്നതിന് ശേഷവും US വൈസ് പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു സീസ്ഫയർ ഹോൾഡിംഗ് ആണ്, അത് കഴിഞ്ഞിട്ടില്ല എന്ന്. അതിനുശേഷം ഇസ്രയേൽ വന്ന് പറയുന്നു സീസ്ഫയർ ഞങ്ങൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ അമേരിക്കയുടെ ഒരു ഗതികേടിനെയാണ് നമ്മളിവിടെ എടുത്തു കാണിക്കുന്നത്. കാരണം ഇത്തരമൊരു ഇസ്രയേലിനെ വിശ്വസിച്ചുകൊണ്ട് സാക്ഷാൽ അമേരിക്കക്ക് പോലും ഒരു എഗ്രിമെന്റിൽ ഒപ്പിടാനുള്ള അവസരമില്ല എന്നുള്ളതാണ് ഈ ജൂതരാഷ്ട്രം വീണ്ടും ലോകത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെ ആർക്കും വിശ്വസിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ എമർജൻസിയായി ഗസയിൽ ഉടനീളം ആക്രമണം നടത്തണമെന്ന് സാക്ഷാൽ ഭീകരവാദിയായ ബെഞ്ചമിൻ നെതന്യാഹു ഓർഡർ ഇടുകയായിരുന്നു. എന്നാൽ ആ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ ഒരു സൈനികനെ റഫേൽ കൊന്നുകളഞ്ഞു എന്ന് ഇസ്രയേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇവിടെ 1-2 വിഷയങ്ങളുണ്ട്. കാരണം ഹമാസ് പറയുന്നത് ഈ കൊലപാതകത്തിനോ അങ്ങനെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിന് ഉത്തരവാദിയല്ല, മറ്റാരോ ചെയ്തതിന് എന്തിന് ഞങ്ങളെ പേരിലിടണമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഹമാസിനെ ഇല്ലാതാക്കുവാൻ 2024 മുതൽ 2 വർഷം 23 ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം 24 കഴിഞ്ഞ് 25 ഒക്ടോബർ 7 അവസാനിപ്പിച്ചതെങ്കിൽ, വെടിനിർത്തൽ നിലവിൽ വന്നതെങ്കിൽ 2024 ഒന്നിലധികം സംഘങ്ങളെ ഹമാസിനെ നേരിടുവാൻ വേണ്ടി ഇസ്രയേലിൻ്റെ മലീഷ്യകളെ
ഇസ്രയേൽ ഗസയിൽ നിർമ്മിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഹമാസിനെ പോലെയുള്ള, ഹമാസിൻ്റെ വേഷധാരണ പോലെ വേഷം ധരിച്ച് തോക്കുമണിഞ്ഞ് ഹമാസിനെ നേരിടുവാൻ വേണ്ടി മാത്രം ഈ ഇസ്രയേൽ നിർമ്മിച്ച ഇത്തരത്തിലുള്ള മിലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിന് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏതു വിധേനയും ഈ സീസ്ഫയർ കരാറിനെ ലംഘനം നടത്തുകയും വീണ്ടും ഹമാസിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കളവുകൾ പറഞ്ഞ് യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് ലോകത്തെ അനലിസ്റ്റുകൾ പറയുന്നത്. പ്രധാനപ്പെട്ട ലോകത്തെ യുദ്ധ അനലിസ്റ്റുകൾ ഗസയിലെ സംഭവ വികാസങ്ങൾ വിവരിക്കുമ്പോൾ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏതെങ്കിലും രീതിയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകാൻ ധൃതി കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള തീവ്ര വലതുപക്ഷക്കാർ ഈ സീസ്ഫയറിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഉടനടി യുദ്ധം പുനരാരംഭിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൽ പ്രഷർ കൊടുക്കുകയാണ്. കാരണം ഇവർ 2 വർഷം യുദ്ധം ചെയ്തിട്ടും ഈ ഹമാസിനെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അത് മാത്രവുമല്ല, ഈ സീസ്ഫയർ കരാർ നിലവിൽ വന്നതിന് ശേഷം മണിക്കൂറുകൾക്കകം ഗസയിലുടനീളം ഹമാസിന്റെ സെക്യൂരിറ്റി ഓഫീസർമാർ എത്തുകയും അവിടെയൊക്കെ അവരുടെ അധികാരം പുനരാരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ ഈ ഹമാസിന്റെ ആളുകൾ ഗണ്ണുമായി ഗസയുടെ ക്രമസമാധാനം ഏറ്റെടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇസ്രയേലിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത്തരം മലീഷ്യകളെ ഇവിടെ നിർമ്മിച്ചിട്ടത് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഗസയിൽ അവർ ഉദ്ദേശിച്ചതുപോലെ ഒരു ആക്രമണങ്ങളോ ഗസയിൽ അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള സംഭവ വികാസങ്ങളോ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഹമാസ് അനുവദിക്കുന്നില്ല. ഇവരുടെ മലീഷ്യകൾക്ക് പോലും വലിയ സ്ഥാനങ്ങളില്ലാത്ത രീതിയിലേക്ക് ഹമാസ് വീണ്ടും അധികാരം പുനരാരംഭിച്ചു എന്നുള്ളത് ഇവർ തീരെ മനസമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഹമാസ് ഞങ്ങളുടെ ബോഡി, ഞങ്ങളുടെ ബന്ദികളുടെ ശവശരീരം കൃത്യസമയത്ത് കൈമാറുന്നില്ല, ഹമാസ് ഫേക്ക് ആയുള്ള തിരച്ചിലാണ് ഗസയിൽ നടത്തുന്നത് എന്നൊക്കെ ഇസ്രയേൽ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ ഭരണകൂടവും തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും മറ്റുമൊക്കെ ഈ ബന്ദികളെ കണ്ടുപിടിക്കാൻ ഹമാസിന് ഇനിയും സമയം വേണമെന്ന് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇസ്രയേൽ തയ്യാറല്ല. ഇവിടെ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ബന്ദികളെ പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന ഒരു നെറേറ്റീവ് ലോകത്തുടനീളമുണ്ട്. എന്നാൽ ജീവനുള്ള ബന്ദികളെ ഉടനടി ഹമാസ് കൈമാറുകയും മരിച്ചുപോയ ബന്ദികളെ കണ്ടെത്തുവാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞ് 1ഉം 2ഉം ഒക്കെ ഹമാസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 വിഷയമുള്ളത്, പൂർണ്ണമായും ഒറ്റയടിക്ക് ഈ മരണപ്പെട്ട ബന്ദികളെയൊക്കെ കൈമാറുമ്പോൾ ഉടനടി യുദ്ധം പുനരാരംഭിക്കുവാൻ ഇസ്രയേൽ സന്നദ്ധമാകുമോ എന്ന സംശയം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഹോൾഡ് ചെയ്ത് ഈ 1ഉം 2ഉമായി കൊടുക്കാമെന്ന് ഹമാസ് തീരുമാനിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അതും ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവം കാരണമാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, ഈ മലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട്, ഇസ്രയേലി മലീഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചില ചെറിയ ആക്രമണങ്ങളും വെടിയുതിർക്കലും ഒക്കെ നടത്തുകയും ഞങ്ങളെ സൈനികരെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അത് ഹമാസിന്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് പലപ്പോഴും ഗസയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് ഇസ്രയേലിലെ മാധ്യമങ്ങളും ഇസ്രയേലിലെ ജനങ്ങൾക്കുമിടയിൽ ഒരു വലിയ നെറേറ്റീവ് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങളൊരു പരമാധികാര രാജ്യമാണെന്നും ഞങ്ങളെ നിയന്ത്രിക്കുവാൻ ആർക്കും അവകാശമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്, ഇവിടെ ഇസ്രയേൽ US കോർഡിനേഷൻ ആർമിയുടെ ഓഫീസും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും നിയന്ത്രിക്കുന്നത് ഞങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങളുമായി രംഗപ്രവേശനം നടത്തിയിരുന്നു. ഈ അമേരിക്ക ഇത്തരത്തിൽ ഈ ആർമിയുടെ കാര്യത്തിലും അതുപോലെ ഗസയിലെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇടപെടുന്നതും ഇവിടെയുള്ള തീവ്ര വലതുപക്ഷത്തിന് തീരെ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്വന്തമായി തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുകയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഒന്നുകൂടി തെളിയിക്കുവാൻ വേണ്ടി, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇടക്കിടക്ക് അഴിച്ചുവിടുന്നത് എന്ന് അമേരിക്ക പറയുന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്ന്
ഈ തീവ്ര വലതുപക്ഷക്കാരെ മനസമാധാനിപ്പിക്കുവാൻ വേണ്ടി, ഇത്തരത്തിൽ അവർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇടക്കിടക്ക് നടത്തുകയും എന്നിട്ട് അമേരിക്കയും സമ്മർദ്ദം വരുമ്പോൾ വീണ്ടും ഞങ്ങൾ സീസ് ഫയർ റീസ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ കലാപരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഇടക്ക് ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ സീസ് ഫയറിൻ്റെ ആനുകൂല്യത്തിൽ അവരെ വീട് തേടി പോകുകയും അവരെ ടെൻറ്റുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും മറ്റും താമസിച്ച് സമാധാനം അല്പം അകലെയാണെങ്കിൽ പോലും ചെറിയ ഒരു സമാധാനം കിട്ടിയ സമയത്ത് അവരുടെ മറ്റു ചില കാര്യങ്ങളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ തിരയുന്ന തിരച്ചിലിൻ്റെയും ഒക്കെ നടുവിൽ ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ സാധാരണക്കാർ വീണ്ടും ഒരുപാട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 70,000-ന് മുകളിൽ കൊല ഇസ്രയേൽ ഇത്തരത്തിൽ ഗസയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നലെ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ പോലും 100 ആളുകൾ മരിച്ചുപോയി എന്നുള്ളതാണ്. അതിൽ 46 കുട്ടികളും 20 സ്ത്രീകളുമാണ് ഇസ്രയേൽ കൊന്നുകളഞ്ഞത് എന്ന് ഈ നമ്പറിനെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത്തരം കൊലകൾ ചെയ്ത് കൊന്ന് വീണ്ടും കൊന്ന് വീണ്ടും കൊന്ന് വീണ്ടും കൊന്നിങ്ങനെ പോകുന്ന ഒരു കൊലയാളി രാഷ്ട്രത്തിന് കൊന്നിട്ട് മതി വരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിങ്ങൾ വെടി നിർത്തുക, ഞങ്ങൾ വെടിവെച്ചുകൊണ്ടേയിരിക്കും എന്ന ഒരു സീസ് ഫയർ ആണ്, വെടിനിർത്തൽ കരാറാണ് ഗസയുടെയും ഇസ്രയേലിൻ്റെയും നടുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഈ ഒന്നാം ഘട്ട സീസ് ഫയർ തന്നെ ഇത്തരത്തിൽ 100-ലധികം തവണ ഇസ്രയേൽ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കയറുമ്പോൾ ഏത് രീതിയിൽ ഇസ്രയേൽ ഇതിനെ ബഹുമാനിക്കുമെന്നും ഇതൊക്കെ മുന്നോട്ട് പോകുമോ എന്നുള്ളതും അതിനിടയ്ക്ക് ഇസ്രയേൽ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുമോ എന്നുള്ളതും ഒക്കെ നോക്കിക്കാണേണ്ടി തന്നെ ഇരിക്കുന്നു. കാരണം ഇസ്രയേലിൻ്റെ സ്വഭാവം അത്തരത്തിലുള്ളതാണ്. മറ്റൊരു വിഷയം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നത് ഈ യുദ്ധാനന്തരം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഗസയിൽ ഒരു അന്തർദേശീയ ഫോഴ്സ് ഗസയുടെ ഭരണം ഏറ്റെടുക്കുമെന്നും ആ അന്തർദേശീയ സൈനിക ഫോഴ്സിൽ തുർക്കിയും ഖത്തറും ഒക്കെ ഉണ്ടാകുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും ഒക്കെ തീവ്ര വലതുപക്ഷത്തെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒക്കെ ചെറിയതായിട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസ് ഫയർ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ യുദ്ധം പുനരാരംഭിച്ച് ഇല്ലാതാക്കി കളയാൻ ഇസ്രയേൽ ശ്രമിക്കുക തന്നെ ചെയ്യും എന്നും വിവരിക്കുന്ന ചില അനലിസ്റ്റുകൾ ലോകത്തുണ്ട്. നമുക്ക് ഏതായാലും കാര്യങ്ങൾ വീക്ഷിക്കാം, നോക്കിക്കാണാം. എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.